അങ്ങനെ മഹാരാഷ്ട്രയിലും ബുൾഡോസർ ഉരുണ്ടു. നാഗ്പൂരിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കലാപത്തിൻ്റെ സൂത്രധാരൻ ഫാഹിം ഖാൻ, 38 വയസ്സുള്ള ആളാണ്. ഇയാൾ അതിൻ്റെ ബുദ്ധികേന്ദ്രം. അയാൾ അവിടെ ഒരു ബുർഖ പർദ്ദ കച്ചവടക്കാരനാണ്. ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുടെ മകൻ. ഇയാൾ അവിടുത്തെ ഗണേഷ്പതി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൂട്ടം ആളുകളായിട്ട് ചെന്നിട്ട് പറഞ്ഞു, അവിടെ ഔറംഗസേബിൻ്റെ ഒരു കോലം കത്തിച്ചു. ആ കോലത്തിൻ്റെ ഉടുപ്പിൽ ഖുറാനിലെ വചനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കത്തിച്ച് ഞങ്ങളുടെ മതഗ്രന്ഥം കത്തിച്ചതിന് തുല്യമാണ്, കേസെടുക്കണമെന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞത് കോലം കത്തിക്കുന്നതിനൊന്നും ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കൽ നിന്ന് ഒരു വീഡിയോ ചിത്രീകരിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ആ വീഡിയോയിലുള്ള കണ്ടൻ്റ് എടുത്തിട്ട് ട്രോൾ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സഹായത്തോടെ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെയാണ് ആയിരക്കണക്കിന് മുസ്ലിമുകൾ സംഘടിച്ചെത്തി ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക്, വാഹനങ്ങൾക്കൊക്കെ നേരെ വലിയ ആക്രമണം നടത്തി. അതിനെ പ്രതിരോധിക്കാൻ ആളുകളും വന്നു. അങ്ങനെയാണ് നാഗ്പൂരിൽ 1991 മറ്റോ ശേഷം ആദ്യമായി ഒരു വർഗീയ കലാപം ഉണ്ടായത്. ഈ വർഗീയ കലാപം ഉണ്ടാക്കിയ ഈ ഫാഹിം ഖാൻ അവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട്, 2 നില കെട്ടിടം, 86.48 ചതുരശ്ര മീറ്റർ സ്ഥലം അനധികൃതമായി കയ്യേറി ഒരു 2 നില കെട്ടിടം വെച്ചിരുന്നു. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തു. ഇന്ന് പൊളിക്കുമെന്നാണ് പറഞ്ഞത്. പൊളിച്ചു. അതായത് യോഗി ആദിത്യനാഥ് UP കാണിച്ച മാതൃക അത് മറ്റേ മഹാരാഷ്ട്രയിലും പിന്തുടർന്നു എന്ന് ദേശീയ ചാനലുകളും പറയുന്നു. എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യോഗിയുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ കലാപം ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ കൈകാര്യം ചെയ്തു. അതെ, അത് കൈകാര്യം ഫഡ്നാവിസ് ഒന്ന് അമാന്തിച്ചു. അതെ, ചിലപ്പോൾ യോഗിയുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ശവകുടീരം അത് തന്നെ കാണില്ലായിരുന്നു. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അതിൽ 33 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ഒരു വനിതാ പോലീസുകാരിയുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി. 3 ഡെപ്യൂട്ടി കമ്മീഷണർമാർ ഉൾപ്പെടെ 33 പേർക്കാണ് പരിക്ക് പറ്റിയിരുന്നത്. അപ്പോൾ നാഗ്പൂർ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ സ്ഥലമായിരുന്നത് പാട്ടത്തിനെടുത്ത് വീട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഈ ഫാഹിം ഖാൻ്റെ അമ്മയുടെ പേരിലാണ് അതിൻ്റെ കരാറൊക്കെ എഴുതി വെച്ചിരുന്നത്. അത് 2020 അതിൻ്റെ കാലാവധി തീർന്നിരുന്നു. ഇതിൻ്റെ പ്ലാൻ, സ്കെച്ച് ഇതൊന്നും കോർപ്പറേഷൻ കൊടുത്ത് അനുമതി വാങ്ങിയിട്ടില്ല. ഇതിൻ്റെ കുറേ ഭാഗത്തിന് ഒരു അനുവാദവും മേടിച്ചിട്ടില്ല. ആ ഭാഗം മുഴുവൻ ഇല്ലീഗലാണെന്ന് കണ്ടിട്ട് അത്രയും ഭാഗമാണ് ഇന്ന് JCB ഒക്കെ കൊണ്ടുവന്ന് 2 എക്സ്കവേറ്ററും ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് ഇത് കൈകാര്യം ചെയ്ത് പൊളിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തു. സഞ്ജയ് ബാഗ് കോളനി, അശ്വിൻ നഗർ, ആ പ്രദേശത്താണ് ഇയാളുടെ വീട് ഉണ്ടായിരുന്നത്. അയാളിപ്പോൾ ജയിലിലാണ്. കാരണം അയാൾ ഇതിനെ തുടർന്ന് അറസ്റ്റിലായ ആളുകളുടെ കൂട്ടത്തിൽ പെടും. അയാൾ ജയിലിൽ കിടക്കുന്നു. മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇയാൾ നിതിൻ ഗഡ്കരിക്ക് മത്സരിച്ചിരുന്നു. 1000 വോട്ട് കിട്ടി. അതെ. അപ്പോൾ MDP എന്ന് പറഞ്ഞിട്ടൊരു കടലാസ് പാർട്ടിയുടെ നേതാവാണ് ഇയാൾ. അപ്പോൾ ഇനി കലാപകാരികൾക്കെതിരെ നീതി നടപ്പാക്കും എന്ന് ഫഡ്നാവിസ് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു മന്ത്രി പ്രതാപ് സർനായിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടിയല്ല ഈ JCB ഉരുളുന്നത്, ഇയാളുടെ ശരീരത്തിൽ കൂടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ നാഗ്പൂരിൽ കലാപം എന്ന് പറയുന്നത് അങ്ങനെ യാദൃശ്ചികമായിട്ടുണ്ടായതാണ് എന്ന് പറയാൻ വയ്യ. നാഗ്പൂരിലെ മഹൽ എന്ന് പറയുന്ന പ്രദേശം. അതെ. അപ്പം നാഗ്പൂരിൽ ഈ പല ഭാഗത്തു നിന്നും വന്ന്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന കുടിയേറ്റക്കാർ പല ഭാഗത്തും താമസിക്കുന്ന ഒരു സ്ഥലമാണ് നാഗ്പൂർ. നാഗ്പൂരിൽ നിന്നൊക്കെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഔറംഗസേബിൻ്റെ ശവകുടീരമുള്ളത്. അത് ഔറംഗാബാദ്, ഇപ്പം സംഭാജി നഗർ എന്നാണ് പേര്. അത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നില്ല സാർ. 31-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ വരാൻ പോവാണ്. മോദി
പ്രധാനമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് RSSൻ്റെ ആസ്ഥാനമിരിക്കുന്ന നാഗ്പൂരിലേക്ക് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു കലാപം ഉണ്ടാക്കണമെന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഓർഗനൈസ് ചെയ്താണ് മോദി അവിടെ വരുന്നതിന് മുമ്പ് നാഗ്പൂർ കത്തിക്കുക എന്നുള്ളത്. അതെ, അത് വർഷപ്രതിപാദ എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ പരിപാടിക്കാണ് വരുന്നത്. അത് അവിടുത്തെ പുതുവത്സരം തുടങ്ങുന്ന അനുസരിച്ചിട്ടാണ് ഈ വർഷപ്രതിപത കൊണ്ടാടുന്നത്. ആദ്യത്തെ ഊഴത്തിൽ ഇത് ആദ്യമായിട്ടാണ് വർഷപ്രതിപതയിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിയായതിനു ശേഷം. മോദി അവിടെയൊക്കെ ആയിരുന്നല്ലോ, ഉണ്ടാവുമല്ലോ, റിസർച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ. അപ്പോൾ വർഷപ്രതിപതയ്ക്ക് അദ്ദേഹം ഈ മാസം അവസാനം ചെല്ലുന്നു. എങ്കിൽ അത് മര്യാദയ്ക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ചെയ്ത കലാപമാണിത്. കലാപം നടക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. അവിടെ ഔറംഗസേബുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥലവുമല്ല. അപ്പോൾ ഔറംഗസേബിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു കർസേവ നടത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഈ സൂഫി വര്യന്മാരുടെയൊക്കെ ശവകുടീരങ്ങളും ഒക്കെ ഉള്ളൊരു വളപ്പിൽ അടക്കണം എന്ന് ഔറംഗസേബ് അവസാനം ആഗ്രഹിച്ച് വിൽപത്രം എഴുതി മരിച്ച അഹമ്മദാബാദിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഔറംഗസേബിനെ അടക്കിയതാണ്. പാപഭാരം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അയാൾക്ക്. ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തതാണ്. പിന്നെ ഈ സാമ്പാജിയാണെങ്കിൽ പീഡിപ്പിച്ച് ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. കണ്ണും ചൂഴ്ന്നും നാവ് പിഴുതും ഒക്കെയാണ് കൊന്നത്. പിന്നെ ഷാജഹാനെ, അച്ഛൻ ഷാജഹാനെ ആഗ്ര കോട്ടയിൽ 7.5 കൊല്ലം തടവിൽ പാർപ്പിച്ചിരുന്നു. അങ്ങനെയായിരുന്നു അവസാനം. സഹോദരനെ ഒക്കെ മകനെ എല്ലാവരെയും പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തതാണ് ദാരാ ഷിക്കോ സഹോദരനെ. ദാരാ ഷിക്കോൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 58 ഉപനിഷത്തുകൾ പേർഷ്യനിലേക്ക് പരിഭാഷ ചെയ്ത ആളാണ് ഇയാളുടെ സഹോദരൻ ദാരാ ഷിക്കോ. അത്യാവശ്യം അതാണ് RSSൻ്റെ ജനറൽ സെക്രട്ടറി ഇന്നലെ ചോദിച്ചത്. നിങ്ങൾക്ക് മുഗൾ പാരമ്പര്യത്തിൽ നിന്ന് ഉയർത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സംസ്കാരങ്ങളെയും ഇന്ത്യൻ മൂല്യങ്ങളെയും മാനിച്ച ദാരാ ഷിക്കോവ് ഉണ്ട്, ഔറംഗസേബിൻ്റെ സഹോദരൻ. അയാളെ വേണ്ട നിങ്ങൾക്ക്. അയാളെ ചതിയിൽ കൊന്ന ആളാണ് ഔറംഗസേബ്. അതെ, ദാരാ ഷിക്കോവിനെ ശരിക്കും ഇങ്ങനെ പല സ്ഥലത്തേക്കൊക്കെ ഓടിക്കുകയാണ് ചെയ്തത്. ദാരാ ഷിക്കോവിനെ പറ്റി മലയാളത്തിലൊരു നോവലുണ്ട്. അതേതാ? മംഗള കാരാട്ട് പറമ്പിൽ എഴുതിയതാണ്. അതിൻ്റെ പേര് ധാര എന്ന് തന്നെയാണ്. നല്ല നോവലാണത്. അതിൻ്റെ 2ാം പതിപ്പോ 3ാം പതിപ്പോ ഒക്കെ ആയിട്ടുണ്ടത്. തൃശ്ശൂരിലെ ഒരു പ്രസാധകരാണ്, വലിയ അറിയപ്പെടുന്ന പ്രസാധകരൊന്നുമല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നല്ല നോവലാണ്. ദാരാ ഷിക്കോവിൻ്റെ ഈ സനാതന പാരമ്പര്യം ഒക്കെ കാര്യമായിട്ടുള്ളത് കൊണ്ട് സത്യത്തിൽ ഈ ഉപനിഷത്തുകൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഈടുവയ്പ്പിലേക്ക് കിട്ടിയത് തന്നെ ഈ പേർഷ്യനിൽ നേരത്തെ തന്നെ ദാരാ ഷിക്കോവ് ഈ പരിഭാഷ ചെയ്ത് വച്ചിരുന്നത് കൊണ്ടാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ദാരാ ഷിക്കോവിൻ്റെ പിഴച്ച പോക്ക് ഈ ഔറംഗസേബിനെ പോലെ ഔറംഗസേബിൻ്റെ കാഴ്ചപ്പാടിലുള്ള വഴിപിഴച്ച പോക്ക്. കാരണം ഇവിടുത്തെ ഇന്ത്യയുടെ സംസ്കാരത്തെ അംഗീകരിച്ചു, ഇസ്ലാമിക മതവിദ്വേഷം ഉണ്ടായിരുന്നില്ല, സിഖുകാരെയും ഹിന്ദുക്കളെയൊക്കെ സഹോദരന്മാരായിട്ട് കരുതി. അങ്ങനെയുള്ള ആൾ വഴിപഴിച്ചവനാണല്ലോ ഔറംഗസേബിന്. അതെ, ഔറംഗസേബാണെങ്കിൽ ഹിന്ദു മതത്തിനെതിരെ മാത്രമല്ല സിഖ് മതത്തിനെതിരെയും പോരാടിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ 9ാമത്തെ ഗുരു 10ാമത്തെ ഗുരു ഇവരെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആളാണ്. ഗുരു ഗോവിന്ദ് സിംഗിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒറ്റുകൊടുത്ത ഒരാളുടെ ശവകുടീരത്തിൻ്റെ ഒരു ചിത്രം ഞാൻ യൂട്യൂബിൽ എക്സിൽ കണ്ടു. ആ ശവകുടീരത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ശവകുടീരമുണ്ട്, ചെരുപ്പ് കൊണ്ട് അടിക്കുന്നത്. അവിടെ സിഖുകാർ നിരന്തരം വന്നിട്ട് ആ കുഴിമാണത്തിൽ ചെരുപ്പ് ഒരു 2 കൈ കൊണ്ടും അടിക്കുകയാണ്. അതാണ് അവിടുത്തെ ഒരു ചടങ്ങ്. അതെ, മുക്തസർ, പഞ്ചാബിലെ മുക്തസറിലാണത്. അവിടെ ഈ പറഞ്ഞ പോലെ ഗുരു ഗോവിന്ദ സിംഗിനെ ഒറ്റുകൊടുക്കാനായിട്ടൊരു മുസ്ലിം ഈ സിഖുകാരുടെ ഗുരു ഗോവിന്ദ സിംഗിൻ്റെ സേനയിൽ ചേർന്നു. അവരുടെ ഒരു ചാരൻ പഞ്ചാബിൽ മുഗൾ ഗവർണർ ഉണ്ടായിരുന്നു. മുഗൾ ഗവർണർ നിയോഗിച്ച ചാരനായിരുന്നു അയാൾ. അപ്പോൾ അയാൾ ഒരു ദിവസം രാവിലെ ഈ സേനയിൽ സിഖുകാരനായിട്ടാണ് അയാൾ ചേർന്നിരുന്നത്. ഇയാൾ മുസ്ലിമാണെന്ന് ഗുരു ഗോവിന്ദ സിംഗിനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. തലപ്പാവ് കെട്ടിയാൽ പിന്നെ അങ്ങനെ സിഖുകാരനാണെന്ന് കരുതും, അറിയില്ലല്ലോ. അപ്പോൾ ഒരു ട്വിഗ്, അതായത് നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ തോല് എടുക്കില്ലേ,
അങ്ങനെ ഒരു സംഭവം കൊണ്ടാണ് പല്ല് തേച്ചിരുന്നത്. ഗുരുഗോവിന്ദ നമ്മളിവിടെ മാവിലേക്ക് വെച്ചിട്ടൊക്കെ തേക്കുന്ന പോലെ അക്കാലത്ത് ഒരു മരത്തിൻ്റെ തോല് പറിച്ചിട്ട് അങ്ങനെ രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നാണ് ഈ മുസ്ലിം ഗുരു ഗോവിന്ദ സിംഗിനെ ആക്രമിച്ചത്. ഗുരു ഗോവിന്ദ സിംഗിന് അത്യാവശ്യം കായികശേഷിയും പയറ്റും ഒക്കെ അറിയാവുന്ന ആളായിരുന്നു. ഉടനെ തിരിഞ്ഞിട്ട് ഇയാളെ തീർക്കുകയാണ് ചെയ്തത് ഗുരു ഗോവിന്ദ സിംഗ് തന്നെത്താനെ. എന്നിട്ട് ഇയാൾ സംസ്കരിച്ച സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് മുമ്പ് വേറെയായിരുന്നു, ഇപ്പോൾ മുക്തസർ എന്നൊക്കെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിലും അവന് മുക്തി കൊടുത്ത സ്ഥലം ആണത്, അവനെ ലിബറേറ്റ് ചെയ്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഗുരു ഗോവിന്ദ സിംഗിനോട് ഇയാൾ അവസാനം ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്തെങ്കിലും മാപ്പ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഗോവിന്ദ സിംഗ് പറഞ്ഞു ഒറ്റുകാരനും മാപ്പ് കൊടുക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു എല്ലാവരും നിന്നെ ഓർക്കും, അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് ഗുരു ഗോവിന്ദ സിംഗ് എഴുതി വെച്ചു. അവൻ്റെ ആ ശവകുടീരത്തിൽ ചെല്ലുന്നവരൊക്കെ ചെരുപ്പൂരി അടിക്കണം ആ ശവകുടീരത്തിൽ. അത് ഇന്നും നടക്കുന്നുണ്ട്. അയാളുടെ കുടീരത്തിൽ അവർ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ഔറംഗസേബിൻ്റെയും മുഗളന്മാരുടെയൊക്കെ പാരമ്പര്യം മറ്റേ സിഖുകാർ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ നാഗ്പൂരിലേക്ക് വരുമ്പോൾ നാഗ്പൂരിൽ ഫാഹിം ഖാൻ്റെ 2 നില കെട്ടിടം പൊളിച്ചു കളഞ്ഞു. അവിടെ ഫാഹിം ഖാന് ബന്ധമുള്ള ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ, നൂറി മുസ്ലിം യൂത്ത് ഫോറം ആൻഡ് ചാരിറ്റബിൾ ക്ലിനിക് ആൻഡ് പാത്തോളജി എന്ന് പറയുന്നൊരു സ്ഥാപനം, ഇങ്ങനെ 2 സ്ഥാപനങ്ങൾ അവിടെ ഷോപ്പ് നമ്പർ 12 വാഖ ഫറൂഖി എന്നൊരാളുടെ പേരിൽ, ഷോപ്പ് നമ്പർ 13 ഷഹീൻ അഹമ്മദ് എന്ന് വേറൊരാളുടെ പേരിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടങ്ങളും സർക്കാർ പിടിച്ചെടുത്ത് സീൽ ചെയ്തിട്ടുണ്ട്. ബുൾഡോസർ അവിടേക്കും വരും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കെട്ടിടം മാത്രമല്ല തകർക്കാൻ ഉദ്ദേശിക്കുന്നത്. നാഗ്പൂർ കോർപ്പറേഷൻ ഇപ്പോൾ ഇതൊരു ഡ്രൈവ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അനധികൃത കെട്ടിടങ്ങൾ മുഴുവൻ. അത് മാത്രമല്ല, ഫട്നാവിസിന് ഇത്തിരി ക്ഷീണമായിപ്പോയി നാഗ്പൂരിൽ നടന്ന കലാപം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വലിയ ക്ഷീണമായി. ഒരു മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് വളരെ കടുത്ത നടപടികൾ എടുത്താലേ മറ്റ് BJP മുഖ്യമന്ത്രിമാരായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ആക്ഷേപം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ ഉയർന്നു. അതെന്താണെന്ന് വെച്ചാൽ ഫട്നാവിസ് ഇത് സംരക്ഷിത സ്മാരകമാണ് ASIയുടെ എന്ന് പറഞ്ഞിട്ട് അതിന് കാവൽ ഏർപ്പെടുത്താനും സംരക്ഷിത സ്മാരകം മെറ്റൽ കവറേജും പിന്നെ മുൾവേലുമൊക്കെ കെട്ടിയവിടെ. അതെ, അപ്പോൾ അത് സംരക്ഷിക്കണം, അതിന് കാവൽ തുടങ്ങിയ പരിപാടികളിലേക്ക് പോയി. കുറച്ചുകൂടി ഇത് നമ്മൾ എല്ലാവരുടെ അഭിപ്രായം ഇത് പൊളിക്കേണ്ടതാണ്, എടുത്തു കളയേണ്ടതാണെന്നൊക്കെ ഫട്നാവിസ് പറഞ്ഞിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ASIക്കോ കേന്ദ്രത്തിനോ ഒക്കെ എഴുതുന്ന പോലെ ആ നടപടിയും കൂടി കേന്ദ്രത്തിനെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഫട്നാവിസ് പോയില്ലായിരുന്നു. മാത്രമല്ല, നാഗ്പൂരിലൊരു കലാപം ഉണ്ടാവുമെന്ന് കരുതിയതുമില്ല. ഇൻ്റലിജൻസ് വിവരങ്ങളില്ല. അദ്ദേഹം മേയറായിരുന്ന സ്ഥലമാണ്. അതാണ് നാഗ്പൂർ. വലിയ വീഴ്ചയാണ്. സ്വന്തം സ്ഥലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.